പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. വായന ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. കാട്ടിലെ വായനശാല. 1, 2, 3, 4, 5 ഒളിച്ചാലും ഒളിച്ചില്ലെങ്കിലും സാറ്റ്. അവധി ദിവസം ഒളിച്ചു കളിക്കാൻ ഇറങ്ങിയതാണ് കൂട്ടുകാരായ ഡിങ്കിരിമാൻ, മിങ്കൻ കുറുങ്ങൻ, റോറു കുറുക്കൻ, നോനിമുയൽ, ചില്ലു അണ്ണാൻ, ലല്ലു കുരങ്ങൻ, കിച്ചുമാൻ എന്നിവർ. നോനി എണ്ണിത്തുടങ്ങിയപ്പോൾ കൂട്ടുകാർ പലയിടങ്ങളിലായി ഒളിച്ചു. നോനി ഓടിച്ചാടി നടന്ന് ഓരോരുത്തരെയായി കണ്ടുപിടിച്ചു. മാമരപ്പൊത്തിലൊളിച്ചിരിക്കും കുട്ടിക്കുരങ്ങനെ ഞാൻ കണ്ടേ, താഴത്തെ ചില്ലയിൽ പമ്മിയിരിക്കും കുഞ്ഞണ്ണാനെയും കണ്ടല്ലോ, പൊന്തക്കാട്ടിൽ കുന്തിച്ചിരിക്കും ഡിങ്കിരിമാനിനെ തൊട്ടല്ലോ, മില്ലനെ കണ്ടു ചില്ലനെ കണ്ടു, റോറു കുറുക്കനെ കണ്ടില്ല. റോറു കുറുക്കനൊഴികെ എല്ലാവരെയും അവൾ കണ്ടെത്തി. കുറേ നേരം നോക്കിയിട്ടും കാണാതായപ്പോൾ നോനി തോൽവി സമ്മതിച്ച് വിളിച്ചു കൂവി. കുഞ്ഞിക്കുറുക്ക കൂട്ടുകാരാ, നിന്നെ കണ്ടെത്താൻ പറ്റിയില്ല, ഒന്നിങ്ങു വേഗം വന്നാട്ടെ, നേരമതേറെ കഴിഞ്ഞുപോയി. എല്ലാവരും ചുറ്റുപാടുമുള്ള പൊന്തക്കാട്ടിലും മരപ്പൊത്തിലും മറ്റെല്ലായിടത്തും കുറുക്കനെ തേടി നടന്നു. നടന്ന് വിഷമിച്ച് അവർ കുറേ ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ അതാ വളരെ പഴയ ഒരു കെട്ടിടം. ധൈര്യം സംഭരിച്ച് കൂട്ടുകാർ അതിനകത്ത് ചെന്ന് കയറിയപ്പോഴുണ്ട് കുറുക്കനെല്ലാം മറന്ന് ഒരു പുസ്തകവും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ചുറ്റും നിറയെ പുസ്തകങ്ങൾ കൂമ്പാരം കൂടിക്കിടക്കുന്നുമുണ്ട്. അമ്പട വീരാ, ഇതാണല്ലേ പണി? കൂട്ടുകാർ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഏയ് ചങ്ങാതിമാരെ, എന്തു രസമാണ് ഈ പുസ്തകങ്ങൾ വായിക്കാൻ, സമയം പോകുന്നത് അറിയുകയേയില്ല. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളെല്ലാവരും മാറി മാറി വിളിച്ചു കൂവിയിട്ടും മറുപടി കിട്ടാത്തത് കൊണ്ടാണ് അന്വേഷിച്ചു വന്നത്, മിങ്കൻ കുരങ്ങൻ പറഞ്ഞു. അതേതായാലും നന്നായി, നിങ്ങൾക്കും ഈ പുസ്തകശാല കാണാൻ കഴിഞ്ഞല്ലോ, കുറുക്കൻ പറഞ്ഞു. ശരിയാണ്, ഞങ്ങൾക്കും പുസ്തകങ്ങൾ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു വായനശാല ഉണ്ടായിരുന്ന കാര്യം അറിഞ്ഞില്ലല്ലോ. ഏതായാലും ഇനി മുതൽ നമ്മുടെ ഒഴിവുവേളകൾ ഇവിടെ തന്നെ ചിലവഴിക്കാം. നോനിമൊയിലാണ് പറഞ്ഞത്. എങ്കിൽ നമുക്കിവിടെയെല്ലാം വൃത്തിയാക്കി പുസ്തകങ്ങൾ അടുക്കി വയ്ക്കാം. ചുറ്റുപാടുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യാം. അങ്ങനെ അവർ അടുത്ത ദിവസം വായനശാലയിലെത്തി. ഒത്തൊരുമിച്ച് അവിടെ എല്ലാം വൃത്തിയാക്കി പുസ്തകങ്ങൾ അടുക്കി വച്ചു. കൂട്ടുകാരുടെ വീടുകളിലുണ്ടായിരുന്ന പുസ്തകങ്ങളും അവിടെ കൊണ്ടുവന്നു വച്ചു. വായന ദിനമായപ്പോഴേക്കും വായനശാല മനോഹരമായി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. അവർ ചുറ്റുപാടുമുള്ള മൃഗക്കുട്ടികളെ സ്നേഹത്തോടെ വായനശാലയിലേക്ക് സ്വാഗതം ചെയ്തു. വായിച്ചു വായിച്ചറിവു നേടാൻ വായനശാലയിൽ വന്നിടുക, ഒട്ടും മടിയാതെ പുസ്തകങ്ങൾ നോക്കിയെടുത്തങ്ങു വായിക്കുക, പറ്റുമെന്നുണ്ടെങ്കിൽ വായിക്കുന്ന പുസ്തകങ്ങൾക്കു കുറിപ്പെഴുതൂ. കൂട്ടുകാരുടെ ആഹ്വാനം കേട്ട് നിരവധി കുട്ടികൾ വായനശാലയിലെത്തി. അവരും വായിച്ച് കൂടുതൽ അറിവുള്ളവരായി മാറി. ഇപ്പോൾ ആ കാട്ടിലെ കുട്ടികളെല്ലാം വായനശാലയിലെ അംഗങ്ങളാണ്. അവർ കുസൃതികളെല്ലാം ഉപേക്ഷിച്ച് വായനശാലയിലെ നല്ല വായനക്കാരായി മാറി.